ഇനി മാരുതിന്നൊരു മക്കളെ, നിങ്ങൾ കൊല്ലംകാരി കേൾക്കാൻ വേണ്ടിയാണ് ഒരു കാര്യം പറയുന്നത്. വണ്ടി എടുക്കാൻ ആഗ്രഹമുള്ളവരാണോ നിങ്ങൾ? വണ്ടി എടുക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ്, പുതിയ വണ്ടി എടുക്കാൻ വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചോ. പ്രത്യേകിച്ച് മാരുതി വണ്ടി എടുക്കാൻ നിൽക്കുവാണെങ്കിൽ പോപ്പുലർ മാരുതി നെക്സയിൽ പോയി വണ്ടി എടുക്കരുത്, ഒരു കാലത്തും എടുക്കരുത്. നിങ്ങൾ ഇത്രയും മോശം കസ്റ്റമർ സർവീസ് വേറെ എങ്ങും ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ ഈ നാറികൾ തരുന്ന ഇൻഷുറൻസ് കമ്പനിക്കാരെ നമ്മൾ വിശ്വസിക്കരുത്. വണ്ടി എടുത്ത് 30 ദിവസം ആവുന്നതിന് മുമ്പ് സെൽഫ് ഡാമേജ് വന്ന ഒരു വണ്ടിക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടണമെങ്കിൽ GD എടുക്കണമെന്ന് പറഞ്ഞ ടീംസാണ് ഇവന്മാര്. ഇവന്മാരുടെ ഇൻഷുറൻസ് കമ്പനി ഏതാണെന്നറിയോ? കേന്ദ്ര ഗവൺമെന്റിന്റെ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ്. നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പോയപ്പോ ആ നാറി പറഞ്ഞ ഡയലോഗ് കേൾക്കണോ? ഇതാ താഴെ ഇട്ടിട്ടുണ്ട്. ആവശ്യമില്ലാത്ത സാധനം ഇപ്പൊ നിങ്ങൾ അഡീഷണലി ചോദിച്ചതാ. ചെറിയ സ്ക്രാച്ച് 3000 രൂപയ്ക്കകത്ത് ഉള്ളിലുള്ള സ്ക്രാച്ച് ആയിരുന്നെങ്കിൽ നിങ്ങൾ ഇത് ചോദിച്ചോ? എന്താ വണ്ടിയുടെ ഡാമേജ് ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചിട്ട് ഡാമേജ് ഉണ്ട് വണ്ടിയിൽ നല്ല ഡാമേജ് ഉണ്ട്. പറയട്ടെ, സെയിം സംഭവം വണ്ടിയിൽ നല്ല ഡാമേജ് ഉണ്ട്. പോയായിരുന്നെങ്കിൽ ഈ 3000 രൂപയുടെ അതുകൊണ്ട് ഇത്രയും വന്നു. മനസ്സിലായോ? അപ്പൊ നടക്കുന്ന സംഭവം സെയിം തന്നെയാണ്. ഞങ്ങൾക്ക് സത്യമാകണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സാർ ഒരു 2 വീലർ ഇടിച്ചിട്ട് വന്നേക്കാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും സാറിന്? നിങ്ങൾ പറഞ്ഞു കേട്ടോ, സിറ്റുവേഷൻ ഒന്നായാലും കുഴപ്പമില്ല, എമൗണ്ട് കൂടിയ GD വേണം. എന്നാ GD എടുക്കാനായിട്ട് നമ്മള് GD തരണ്ടവന്മാരെടുത്തോട്ട് ചെന്നാലോ? അത് 15 ദിവസം, 25 ദിവസം, 1 മാസം, 2 മാസം. ഇവന്മാർ 2 മാസം അവിടെ ഇട്ടേക്കാനാണെങ്കിൽ പിന്നെ നമ്മളെന്തിനാ വണ്ടി എടുക്കുന്നത്? നമ്മളെന്തിനാ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നത്? കിട്ടാത്ത ക്ലെയിമിന് വേണ്ടി വർഷം 30,000, 29,000, 28,000 രൂപ അടച്ച് ബമ്പർ ടു ബമ്പർ, സീറോ ഡെപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇൻഷുറൻസ് ഇങ്ങനെ എടുത്തോണ്ടേ ഇരിക്കുവാണ്. ഈ മൊത്തം കേരളത്തിലെ 2 കോടി രജിസ്റ്റേർഡ് വാഹനങ്ങളുണ്ട്. ഈ വണ്ടികൾക്കെല്ലാം ഇൻഷുറൻസ് ഉണ്ട്. അതേപോലെ അതിൽ വെറും 52,000 വെഹിക്കിൾസിന് മാത്രമാണ് ക്ലെയിം ചെയ്തിട്ടുള്ളത്. ക്ലെയിം കിട്ടിയിട്ടുള്ളതല്ല, ക്ലെയിം ചെയ്യുന്നത് വർഷം. ഇതിൽ സെൽഫ് ഡാമേജിനൊക്കെ ക്ലെയിം കിട്ടുന്നത് വളരെ ചുരുക്കവും അപൂർവവുമാണ്. വളരെ ചെറിയ തുകകളാണെങ്കിൽ മാത്രമാണ് ഇവരെ അത് കൊടുക്കുന്നത്. 2,000, 3,000, 5,000 ഇതിനിടയ്ക്ക് നിൽക്കുന്ന തുകകളാണെങ്കിൽ മാത്രമാണ് ക്ലെയിം അലൗഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ ആലോചിക്കുക, 2 കോടി വാഹനങ്ങളിൽ നിന്നും 2,000 രൂപ വെച്ച് ഏറ്റവും മാക്സിമം പട്ടിത്തരത്തിൽ നോക്കിയാൽ 2,000 രൂപ ഇൻഷുറൻസ് വാങ്ങും. അങ്ങനെ കൂട്ടിയാൽ പോലും 2,000 കോടി രൂപ ഇവന്മാർക്കുണ്ടാകും. അതിൽ 500 കോടി പോലും ഇതിനു വേണ്ടി അവന്മാർ ചെലവാക്കുന്നില്ല. ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ ഗവൺമെന്റ് ഇൻഷുറൻസ് കമ്പനികളിൽ ക്ലെയിം ചെയ്താലുള്ള ഗുണം ഇതാണ്: ക്ലെയിം കിട്ടാൻ പോകുന്നില്ല. കേസിന് പോയി ക്ലെയിം മേടിക്കാമെന്ന് വെച്ചാലോ കോടതി, അത് ഞാൻ പറയുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളിലാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. HDFC ആണ്. അതുപോലെ നല്ല നല്ല പ്രൈവറ്റ് സെക്ടേഴ്സ് ഉണ്ട്, അവരിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കുക. ഒന്നുമില്ലെങ്കിലും കേസിന് പോയാലെങ്കിലും നമുക്ക് ആ കാശ് കിട്ടും. സർവേർ ജയപ്രാശ് മാനേജര്, അവന്റെ പേരെന്തായിരുന്നു? ഹരിഗോവിന്റെ. നിന്റെ ഒന്നും കാശ് വേണ്ട, വണ്ടി നമ്മൾ റെഡിയാക്കി.